നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതമായ മൾബറിയെയാണ്. പട്ടുനൂൽ പുഴുക്കളെ വളർത്താൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ മരമാണ് മൾബറി. ഇതിൻ്റെ ഫലം വളരെ പോഷകമൂല്യമുള്ളതും അതുപോലെ ഔഷധഗുണം കൊണ്ടും സമ്പന്നമാണ്. മഴക്കാലത്ത് ഇതിൻ്റെ ശിഖരങ്ങൾ ഒടിച്ചു നട്ടാൽ നിറയെ ഫലമുണ്ടാവുകയും അതുപോലെ ഇതിൻ്റെ ഇലകൾ പച്ചില വളമായി ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. മൊറേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം മോറസ് ആൽബ എന്നാണ്. ഈ ഇനത്തിൽപ്പെട്ടതാണ് കൃഷി ചെയ്യപ്പെടാറുള്ളത്. എന്നാൽ മോറസ് ഇൻഡിക്ക എന്ന് പറഞ്ഞ ഇനം ഹിമാലയ പ്രാന്തങ്ങളിലൊക്കെ വളരെ സുലഭമായി വളർന്നു വരുന്നതാണ്. സംസ്കൃതത്തിൽ ഇതിനെ ബ്രഹ്മതാരു, തൂത, നൂത എന്നൊക്കെയാണ് നാമധേയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. 7.5 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു ചെറുവൃക്ഷമാണ് മൾബറി. ഇതിൻ്റെ ഇലകൾ വളരെ കട്ടി കുറഞ്ഞതും ലഘുവുമാണ്. ഇതിൻ്റെ ഇലകളുടെ അരിക് വളരെ ദന്തുരവും അഗ്രം കൂർത്തുമാണ് ഇരിക്കുക. ഇതിൻ്റെ പുഷ്പമഞ്ജരി കാറ്റ്കിൻ ആകൃതിയിലാണുള്ളത്. ആൺപുഷ്പങ്ങളും പെൺപുഷ്പങ്ങളും പ്രത്യേകമായി കാണപ്പെടുന്നു. പെൺപുഷ്പങ്ങൾക്ക് ഇളം പച്ച നിറമാണുള്ളത്. പുഷ്പമഞ്ജരിയും അതുപോലെ ബാഹ്യദളങ്ങളും സംയോജിച്ച് പാകമെത്തുമ്പോൾ അത് മൾബറിയായി മാറുന്നു. മാംസളമായ ഫലമാണത്. ഇത് പാകമെത്തുമ്പോൾ പർപ്പിൾ കലർന്ന വെള്ള നിറത്തിലാണ് കാണുന്നത്. എന്നാൽ ബ്ലാക്ക് മൾബറിക്ക് വയലറ്റ് നിറത്തിലാണ് കാണപ്പെടാറുള്ളത്. ഇതിൻ്റെ ഇലയിൽ വൈറ്റമിൻ ബി, കരോട്ടിൻ, റൈബോഫ്ലോവിൻ, അതുപോലെ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് എന്നീ ഘടകങ്ങൾ സുലഭമായി അടങ്ങിയിരിക്കുന്നു. ചിലയിടങ്ങളിൽ ഇതിൻ്റെ ഇല കറി വയ്ക്കാനായി ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ തൊലി, ഇല, അതുപോലെ പഴുത്ത മൾബറി ഫലം എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. പഴുത്ത മൾബറിയുടെ ഫലം ജ്വരത്തെ അഥവാ പനിയെ അകറ്റുവാനായിട്ട് ഉപയോഗിച്ചു വരാറുണ്ട്. വായിലുണ്ടാകുന്ന മുറികൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ തൊലി ക്രിമിനാശന ശക്തി ഉള്ളതാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. മൾബറി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷകമായൊരു ഫലമാണ്. ദിവസേന കഴിക്കാൻ പറ്റുന്നതാണ്. ഈവൻ പ്രമേഹ രോഗികൾക്ക് പോലും അത് കഴിക്കാം. അതിൻ്റെ പഴുത്ത മാത്രമേ അത്ര അധികം മധുരം ഉണ്ടാവൂ. ഒരുവിധം എല്ലാ മൈക്രോ എലമെൻറ്റ്സ് അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രീഷനും അത് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രോഗങ്ങൾ വന്ന് ക്ഷീണിച്ച ആൾക്കാർ, അതുപോലെ ഈ ദിവസേന ഈ കുറേ മരുന്നുകൾ കഴിച്ച് ക്ഷീണിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഈ മൾബറി ജ്യൂസ് അടിച്ച് കൊടുക്കാം ദിവസേന. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം, ഇതിൻ്റെ ഇല വാട്ടിയിട്ട് അതിൻ്റെ നീര് ഈ വായപ്പുണ്ണുള്ള ആൾക്കാർ വായയിൽ പരട്ടിക്കഴിഞ്ഞാൽ അത് മാറും. ഈ മൾബറി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക, പാനീയമെന്ന് പറയാം. അതൊരു മദ്യം ഉണ്ടാക്കും പോലെ, ഈ എന്താണ് പേര് പറയുക, ഈ മുന്തിരിയൊക്കെ പുളിപ്പിച്ചുണ്ടാക്കുന്ന ഒരു പാനീയമുണ്ട്. അതുപോലെ മൾബറിയും പുളിപ്പിച്ചുണ്ടാക്കുന്ന ഒരു പാനീയം വളരെ ഓജസ്കരമാണ്. അത് മാത്രമല്ല ഈ വിശപ്പ് ഉണ്ടാക്കും. ഒരു അപ്പിറ്റൈസർ എന്ന നിലയ്ക്ക് ദിവസേന 2 ഔൺസ് ഇരുന്നെടുക്കുന്ന ഈ പാനീയം ജ്യൂസ് കഴിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതുമാണ്. മാത്രമല്ല ശരീരത്തിൽ ഈ നിറം കൂട്ടുന്നതാണ്, ശരീരത്തിന് കളർ കൊടുക്കുന്നത്. Ah